കലയുടെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് തെളിയിച്ച ഒരു മികച്ച കലാകാരൻ. അനുകരണ കലയിലും അഭിനയ രംഗത്തും തൻ്റെ പ്രതിഭ തെളിയിച്ച് 10 വർഷങ്ങളായി വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരൻ. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കലയെ പഠനത്തോടൊപ്പം ചേർത്ത് വെച്ച കലാകാരനാണ് കൊല്ലം ചടയമംഗലം സ്വദേശിയായ അഖിൽ ചടയമംഗലം. മിമിക്രി, മെഗാ വേദികളിൽ ശബ്ദ അനുകരണത്തിനൊപ്പം പ്രശസ്ത താരങ്ങളുടെ ഫിഗർ ഷോ അവതരിപ്പിക്കുകയും വേദികളിൽ ചിരിയുടെ മാലപ്പടക്കങ്ങൾ സൃഷ്ടിക്കുന്ന കോമഡി സ്കിറ്റുകളിലൂടെയും അരങ്ങിനെ കയ്യിലെടുത്ത പ്രതിഭ. അതിലുപരി തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ കക്കാരിശ്ശി നാടക സമിതികളിലെ നിറസാന്നിധ്യം. അഭിനയത്തോടുള്ള മോഹം ഈ ചെറുപ്പക്കാരനെ നിരവധി സീരിയലുകളിലും എത്തിച്ചു. എന്നാൽ അർഹിക്കുന്ന അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ മേഖലകളിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് അഖിൽ. ചടയമംഗലം പോലീസ് സ്റ്റേഷന് എതിർവശം ഷീമാർട്ട് എന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ് ഈ കലാകാരൻ. പരേതനായ സുരേഷ് ബാബുവിൻ്റെയും റിട്ടയർഡ് ഗവൺമെന്റ് ജീവനക്കാരിയായ ഇന്ദിരാമണിയുടെയും മൂത്ത മകനാണ് അഖിൽ. സഹോദരൻ പ്രൈവറ്റ് കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്യുന്ന ആനന്ദ് ബാബു. കലാജീവിതത്തിൽ അഖിലിന് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ട്രൂത്ത് വിഷൻ ന്യൂസ് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ചടയമംഗലം സജീവ്. ഇന്ന് ട്രൂത്ത് വിഷൻ ന്യൂസ് പരിചയപ്പെടുത്തുന്നത് അതുല്യനായ ഒരു കലാകാരനാണ്. ചെറുപ്പക്കാരനാണ്, ചടയമംഗലത്തുകാരനാണ്. തീർച്ചയായും അനുകരണ കലയിലും അതുപോലെ തന്നെ അഭിനയത്തിലുമൊക്കെ ഏറെ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയനായ കലാകാരൻ അഖിൽ ചടയമംഗലത്തിന്റെ വിശേഷങ്ങൾ. അഖിലിന്റെ കലാജീവിതം സ്കൂൾ കോളേജ് തലങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ പഠിക്കുന്ന കാലം മുതൽ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. മിമിക്രിയിലാണ് എന്റെ തുടക്കം. +2 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് തലത്തിലും എത്തി. ആദ്യം ചെറിയ ചെറിയ സൗണ്ടുകൾ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി. കലാരംഗത്ത് എത്ര വർഷമായി തുടരുന്നു? ഏതൊക്കെ മേഖലയിലാണ് അഖിൽ ഇപ്പോൾ നിൽക്കുന്നത്? ഞാൻ ഏകദേശം 10 വർഷത്തോളമായിട്ട് കലാരംഗത്തുണ്ട്. മിമിക്രിയിൽ 5 വർഷവും അതുപോലെ നാടകരംഗത്ത് 5 വർഷവും, അങ്ങനെ 10 വർഷമായിട്ട് കലാരംഗത്തുണ്ട്. പിന്നെ ഇതുകൂടാതെ സീരിയലുകളിൽ 1-2 വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കലാപ്രവർത്തനങ്ങളുടെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് കുടുംബത്തിന്റെ സപ്പോർട്ട്? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ ഫാമിലിയിൽ അമ്മയുണ്ട്, അനിയനുണ്ട്. പിന്നെ കുടുംബം നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ കോളേജ് സ്റ്റാഫായിരുന്നു, അനിയൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിന്റെ വലിയൊരു പിന്തുണ നമുക്ക് ഉണ്ട്. തീർച്ചയായും. അതുപോലെ തന്നെ നാടിന്റെ പിന്തുണ എങ്ങനെയാണ്? ഏതൊരു കലാകാരന്മാരും വളർച്ചയുടെ പടവിലേക്ക് വരുമ്പോൾ സ്വന്തം നാട് പിന്തുണ ഏകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ ഈ ആദ്യകാലങ്ങളിലില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ നാടും നാട്ടുകാരും ഒക്കെ അംഗീകരിച്ച് തുടങ്ങി. അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോഴാണ് നമ്മൾ കലാകാരന്മാരായാലും ആർക്കായാലും ഒരു സന്തോഷം. നാടിന്റെ ഒരു അംഗീകാരം വേണമല്ലോ. പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നല്ലേ. എന്ത് തന്നെയായാലും അഖിൽ, നമ്മുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടോ ആ കഴിവിന്റെ ഒരു വികാസം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹം നാളെയെങ്കിലും ഉണ്ടാകും എന്ന് ഉറപ്പാണ്. തീർച്ചയായും. ഓക്കെ. ഇപ്പോഴ് ലോകസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. BDJS നല്ല രീതിയിൽ സീറ്റ് പിടിക്കുമെന്നാണ് എനിക്ക് ഒരു വിശ്വാസമുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. മഞ്ഞ കളയണ ഒരു വിജയാശംസ. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മധുസാറിന്റെ ശബ്ദമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലത്താണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാനും ഈ ചടയമംഗലത്ത് തന്നെയുണ്ട്. ഞാനും പോയിരുന്നു ഒരു ഇലക്ഷൻ ചെയ്യാനായി. തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നു. ഞാനൊരു എളിയ കലാകാരനാണ്, ചടയമംഗലം സ്വദേശിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മിമിക്രി നാടക രംഗത്തുണ്ട്. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടാണ് എന്നെപ്പോലുള്ള എളിയ കലാകാരന്മാരുടെ വിജയം എന്ന് പറയുന്നത്. കൂടാതെ ട്രൂത്ത് വിഷൻ പോലുള്ള ചാനലുകൾ സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ട്രൂത്ത് വിഷൻ ചാനൽ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും ട്രൂത്ത് വിഷൻ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.